വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ തസ്നി. നമ്മളിന്നൊരു അടിപൊളി സൺഡേ വ്ലോഗും അതേപോലെ തന്നെ നമ്മളൊന്ന് ട്രാവൽ പോയിട്ടുണ്ടായിരുന്നു ആലുവയിലോട്ട്. അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ മോർണിംഗ് 3:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. നമുക്കൊരു 5 o'clock ആകുമ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1 hour ജേണി ഉണ്ട് ഫ്രം ഹോം ടു റെയിൽവേ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി കൃത്യ ടൈമിന് നമ്മൾ റെയിൽവേയിലെത്തി ട്രെയിനൊക്കെ കയറി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് പ്രോഗ്രാമും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കാണാൻ സൂപ്പറാണ്. അവിടുത്തെ വ്യക്തികളുടെ ജീവിതമാർഗ്ഗം കാണാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ട്, തോണി അതിലൊക്കെയാണ് അവരുടെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് അവരവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഒരു മാർഗ്ഗത്തിലാണല്ലോ. അപ്പോൾ അവരുടെ ഒരു സഞ്ചാരമാർഗ്ഗം നമുക്കൊക്കെ ഒരു പുതുമയാണ് അതൊക്കെ കാണുമ്പോൾ. അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് നമ്മളൊരു 3 hour ജേണിയുടെ ഒരു ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലങ്ങനെ ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിൽ നമ്മൾ പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിലിരുന്ന് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല കരിമീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. ചൂടോട് കൂടിയുള്ള കരിമീൻ ഫ്രൈ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. പിന്നീട് കക്കയായിരുന്നു. അതിൻ്റെയൊക്കെ മസാലയും ഫ്ലേവറും ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ കുറച്ച് മീൻ കറിയും മോര് കറിയും സാമ്പാറും പിന്നെ ചോറും അതിൽ 2-3 കൂട്ടാങ്ങളും പിന്നെ അച്ചാറും അതൊക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പറായിരുന്നു. പിന്നീട് ആ കാഴ്ചകളൊക്കെ കണ്ട് ബോട്ടിലിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാനും അതൊരു വേറെ തന്നെ വൈബായിരുന്നു കേട്ടോ. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കും. നമ്മുടെ ബോട്ടിൽ 3 hour ജേണി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നുണ്ടായിരുന്നു. നമുക്കവിടെ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പറ്റും. ബോട്ടിൽ അവിടെ വെള്ളങ്ങളുടെ സീസണാണ്. അതൊക്കെയാണ് തോന്നുന്നു ഷൂട്ടിങ്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.